കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും കുഴപ്പമില്ല. കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അത് ഇടാൻ വെച്ചിട്ട് പേര് എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്നാണ്. അതെന്താ എനിക്ക് ആ പേര് ഭയങ്കര സ്ട്രൈക്ക് ആയി വരും. അത് അമ്മനാക്കാൻ നമുക്ക് വേണമെങ്കിൽ ബോയ് ഫ്രണ്ട് ആണോ. ഇന്നലെ ബീവി ആയിട്ട് വന്നിട്ടായിരുന്നു, ഏടാ നിനക്കില്ലേടാ അമ്മയും പെങ്ങന്മാരും എന്ന് പറഞ്ഞിട്ട് വന്നതാ. ഇപ്പൊ അത് ദേവി ആയിരിക്കും. ഇന്നലെ ബീവി ആയിരുന്നു, ഇനി നാളെ മൂദേവി ആയിരിക്കും. എന്താ ഇപ്പം ഉണ്ടാവും? അണക്കും ഉണ്ടാകുമായിരുന്നല്ലോ കുഞ്ഞുമോനെ കുട്ടികൾ. ഇജ് ആ മറ്റെന്താണ് പറഞ്ഞ കല്യാണം കഴിച്ചു തന്ന സമയത്ത് എൻ്റെ മുട്ടാണി റബ്ബർ ബാൻഡ് ഇട്ടുവെച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൊമ്പിട്ട് നിൽക്കാൻ പോണതിൻ്റെ മുന്നേ ഈ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 3-4 ചറ പറയാൻ പറ്റുന്നില്ല. അതിനുള്ള കഴിവും കണക്കുണ്ട്. അതൊക്കെ ഞങ്ങൾക്കറിയാം. അതൊക്കെ നല്ലോണം കഴിവുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് കുറേ ആൾക്കാർ ഇവിടെ തെളിവ് സഹിതം പറയുകയും ചെയ്തിരിക്കുന്നു. പടവലങ്ങമാതിരി എത്ര എൻ്റെ മുട്ടാണിപ്പോൾ ആ സാധനത്തിന് ചൊട്ടി വെച്ചിട്ടാണ് എനിക്ക് അവിടെ ഒന്നുമില്ല. എന്നിട്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ട് എനിക്ക് പറഞ്ഞ് എല്ലാവരൊക്കെ സ്നേഹസരം ഞാൻ എന്താ ഉണ്ടാക്കാൻ മുറച്ച് എല്ലാവരും പ്രാർത്ഥന വേണം. പിന്നെ എൻ്റെ മുട്ടാണിക്ക് പ്രാർത്ഥിക്കലാണ്ട് ഇവിടെ നാട്ടുകാർക്ക് പണി. എന്നിട്ട് ഇപ്പം അവർക്ക് എനിക്ക് അരിക്കുട്ടി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഞാൻ മ്യൂസിക് കൊണ്ട് അതുകൊണ്ട് എന്നിട്ട് ഇരിക്ക്. എന്താ എൻ്റെ പരിപാടി? രാശനം കെട്ടാനായിരിക്കുന്നത് എങ്ങനെയെങ്കിലും റീച്ച് ആക്കണം. അതിന് എന്തെങ്കിലും ഒരു തീട്ട കണ്ടന്റ് എടുത്തിട്ട് വരിക പാനി തീട്ട. എന്നിട്ട് അവനക്ക് കുട്ടികളുണ്ടാകുന്നത് കല്യാണം കഴിച്ച് തന്നപ്പോൾ എന്തേ അതിനൊക്കെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യണമായിരുന്നേ. അത് ചെയ്യാതെ മാറ്റി വെച്ചിട്ട് ഈ ആണുങ്ങളുടെ പിന്നാലെ പോയിട്ട് കുമ്പിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുട്ടി ഉണ്ടാവുക. ഇനി പറ്റും നല്ലോണം മുക്കണം, കുറച്ച് വികസിപ്പിക്കും വേണം. അത് താടിക്കാരനെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനി വേറെ വല്ല സുഡാനികളി നോക്കി വെക്ക് കേട്ടോ. എവിടുന്ന് വരുന്നീ ചേട്ടാ?